നിങ്ങളുടെ വേസ്റ്റ് കുഴികളിലോ അല്ലെങ്കിൽ മീൻ കുളങ്ങളിലോ ഉള്ള വേസ്റ്റ് വെള്ളം പുറത്തേക്ക് അടിച്ച് കളയാനോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളം മറ്റൊരു ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ പോർട്ടബിൾ ആയിട്ടുള്ള വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ കൺസ്ട്രക്ഷനിൽ വരുന്ന വി-ഗാർഡിൻ്റെ VSWS F25P എന്ന് പറയുന്ന ഒരു ഡീവാട്ടറിംഗ് പമ്പാണ് നിങ്ങൾ കാണുന്നത്. സെൻട്രൽ ഡെലിവറി അഥവാ ജാക്കറ്റ് ടൈപ്പ് വരുന്ന ഇത്തരം പമ്പുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത വാട്ടർ ലെവൽ വളരെ കുറവുള്ള സ്ഥലങ്ങളിലും ഈ മോട്ടറിനെ ചുറ്റി വെള്ളം പുറത്തേക്ക് വരുന്നത് കാരണം ഇത് തീരെ ഹീറ്റ് ആവാതെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പമ്പിൻ്റെ ഒരു ഓവറോൾ കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ജാക്കറ്റ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്, ഷാഫ്റ്റ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. ഒരു നൊറൈൽ ടൈപ്പ് സെമി ഓപ്പൺ ഇമ്പളറാണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പമ്പ് കേസിംഗ് വരുന്നത് നൊറൈലാണ്. മാക്സിമം ഒരു 8 mm വരെയുള്ള സോളിഡ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയാണുള്ളത്. സാധാരണ ഡീവാട്ടറിംഗ് പമ്പുകളുടെ സോളിഡ് കൈകാര്യം ചെയ്യുന്ന കപ്പാസിറ്റി കുറവായിരിക്കും. ഇത് കൂടുതലും വേസ്റ്റ് വെള്ളം പമ്പ് ചെയ്യുക എന്നുള്ള ആവശ്യത്തിനാണ് ഉപയോഗിക്കുക. പിന്നെ ഇതിന് ഡ്രൈ റൺ ഒഴിവാക്കാനായിട്ട് ഒരു ഫ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 8 മീറ്റർ കേബിളുണ്ട്. നമുക്കിതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്ത് നോക്കാം. കമ്പനി പറയുന്നത് 2 മീറ്ററിൽ ഏകദേശം 9000 ലിറ്റർ വെള്ളം ഈ ചെറിയ പമ്പ് തള്ളുമെന്നാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കമ്പനി പറയുന്ന ഡിസ്ചാർജും ആക്ച്വൽ ഡിസ്ചാർജും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കറിയണ്ടേ. നമ്മുടെ പമ്പ് ഇതാ വെള്ളത്തിലേക്ക് പോയി ഓണായിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും സർപ്രൈസിങ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത് 6 ആമ്പിയർ ആണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി എടുക്കുന്നത് വെറും 2.9 മുതൽ 3 ആമ്പിയർ വരെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡിസ്ചാർജിൻ്റെ കാര്യത്തിലൊരു സംശയമില്ല. ഇതൊരു ഹൈ ഡിസ്ചാർജ് പമ്പ് തന്നെയാണ്. ഈ ചെറിയൊരു പമ്പിന് ഇനി മാക്സിമം 8 മീറ്റർ വരെ ഉയരത്തിൽ വെള്ളം എത്തിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏകദേശം 11 മീറ്റർ, അതായത് 10 മീറ്ററിൻ്റെ മേലെയാണ് ഇതിൻ്റെ ഷട്ട് ഓഫ് ഹെഡ്. കമ്പനി പറയുന്നത് 8 മീറ്ററിൽ ഏകദേശം 1500 ലിറ്ററിനടുത്ത് വെള്ളമാണ് 8 മീറ്ററിൽ പറയുന്നത്. ആ വെള്ളം തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഫുൾ ഓപ്പണിങ്ങിൽ 9000 ലിറ്റർ വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസ് വൈസ് നോക്കിയാൽ ഓക്കെയാണ്. കറണ്ട് കമ്പനി കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വളരെ താഴെ കറണ്ടിലാണ് മോട്ടോർ ഓടുന്നത്. കൂടുതൽ സോളിഡുകൾ അടങ്ങിയ വെള്ളം പമ്പ് ചെയ്യാനല്ല, മറിച്ച് വേസ്റ്റ് വെള്ളം, മീൻ കുളങ്ങളിലെ വെള്ളം, മഴ വെള്ളം നിറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ബേസ്മെൻറ്റിലെ കുഴികളൊക്കെ ഡീവാട്ടർ ചെയ്യാനാണ് നമുക്കിത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരിക. അതേപോലെ തന്നെ മാക്സിമം വാട്ടർ ലെവൽ താഴെ വരെ ഇത് പുറത്തേക്ക് അടിച്ച് കളയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് 13000 രൂപയുടെ അടുത്താണ് കമ്പനി പറയുന്നത്. വി-ഗാർഡ് പോലെയുള്ള ബ്രാൻഡിൻ്റെ സർവീസ് എന്നുള്ളത് ഇതിനൊരു ഹൈലൈറ്റ് തന്നെയാണ്.